ഓക്കെ മക്കൾസ്, നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്ന് അറിയണം. ഉദാഹരണത്തിന് ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു ബോഡി എടുക്കാം. ആ ബോഡിയിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു പെന്ന് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ബോഡിയിൽ നമ്മൾ രണ്ട് ഭാഗത്തു നിന്നും ഫോഴ്സ് കൊടുക്കുമ്പം ഈ ബോഡി സ്ട്രെയിൻ ചെയ്യും. അതായത് ഒന്ന് ഇലാസ്റ്റിക്കായിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഈ ബോഡിൻ്റെ ഉള്ളിലേക്കൊരു റീസ്റ്റോറിങ് ഫോഴ്സ് വരും. ആ റീസ്റ്റോറിങ് ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ ഒരു സ്ട്രെയിൻ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല, ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു റീസ്റ്റോറിങ് ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ സ്ട്രെയിൻ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു പെന്നിന് 5 ആണ് ലെങ്ത്ത് എന്ന് വിചാരിക്കുക. നമ്മളിതിനൊരു ഫോഴ്സ് കൊടുത്ത് സ്ട്രെസ് ജനറേറ്റ് ചെയ്തിട്ട് ഒരു 4.5 ലെങ്ത് ആക്കി. അപ്പോൾ ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ 0.5/5 എന്നുള്ള ആ റേഷ്യോക്കാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. മീൻസ് ഇത് എത്രത്തോളം ശതമാനം നമ്മുടെ ഫസ്റ്റുള്ള ലെങ്ത്തിന് അപേക്ഷിച്ച് എത്രത്തോളം ശതമാനം ഇത് സ്ട്രെയിനായി ലെങ്ത്ത് കൂടി എന്നുള്ളതാണ് സ്ട്രെയിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ആദ്യം ഇത് മൊത്തത്തിൽ ഈ പേന വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പേന നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പം അറ്റ് എ സം പോയിൻറ്റ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. ആ ലിമിറ്റ് വരെ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നു, ഇത് സ്ട്രെയിൻ ആകുന്നു, സ്ട്രെസ്സ് കൊടുക്കുന്നു, സ്ട്രെയിൻ ആകുന്നു. അങ്ങനെ ഒരു പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്ട്രെസ് ടൈം വരെ ഇത് പ്രൊപ്പോർഷണൽ രീതിയിൽ പോകും. അതായത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് രീതിയിൽ ഇത് സ്ട്രെയിൻ ആയിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ സ്ട്രെസ്സ് 1 കൊടുക്കുമ്പോൾ സ്ട്രെയിന് 0.5, സ്ട്രെസ്സ് 2 കൊടുക്കുമ്പോൾ സ്ട്രെയിന് 1, അങ്ങനെ ഒരു പ്രത്യേക പോയിൻ്റ് വരെ ആ പോയിന്റിൽ പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. അതിന് ശേഷം ഈ പോയിന്റുകളിലെല്ലാം നമ്മൾ ഈ ഒരു സ്ട്രെസ് ലിമിറ്റ് വരെ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഫോഴ്സ് ചെയ്ത് റിലീസ് ചെയ്യുമ്പം ഈ ഒബ്ജക്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഉള്ള പൊസിഷനിലേക്ക് തന്നെ, ഇപ്പോൾ 5 ലെങ്ത്ത് ഉള്ളതിനെ നമ്മൾ 6 ലെങ്ത്ത് ആക്കി മാറ്റിയാൽ, സ്ട്രെസ് ചെയ്തിട്ട് 6 ലെങ്ത്ത് ആക്കി മാറ്റിയാൽ നമ്മളത് ആ ഫോഴ്സ് റിലീസ് ചെയ്യുമ്പം ഇത് 5 ലെങ്ത്തിലേക്ക് തന്നെ മടങ്ങും. ഏത് വരെ? എ എന്ന് പറഞ്ഞ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഉപയോഗിക്കുന്ന സ്ട്രെസ്സ് വരെ. അതായത് ഈ ഒരു എ പോയിൻ്റ് വരെ ഈ സ്ട്രെസ്സ് നമുക്ക് കൊടുക്കുന്നത് നമ്മൾ റിലീസ് ചെയ്യുമ്പം ഈ 5 ലെങ്ത്തിലേക്ക് തന്നെ പോകും. ആഫ്റ്റർ ഈ എ പോയിൻറ്റിന് ശേഷം ഇതിന് ആ ഇലാസ്റ്റിക് ബിഹേവിയർ നഷ്ടപ്പെടും. ഉദാഹരണത്തിന് ഇത് സാധാരണ ഈ എ പോയിൻ്റ് വരെ നമ്മൾ കൊടുത്ത് റിലീസ് ചെയ്യുമ്പം അതായത് ഈ ബി എന്ന പോയിന്റിൽ എത്തുമ്പം നമ്മൾ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫോഴ്സ് വിട്ടതിന് ശേഷം ഈ പെൻ എന്ന് പറഞ്ഞ ഈ ഒബ്ജക്റ്റ് ഒരിക്കലും 5 എന്ന ലെങ്ത്തിലേക്ക് കിടക്കില്ല. 5 പ്ലസ് ഡി ഓർ ലാംഡ DL എന്നുള്ള രീതിയിലേക്ക് ലെങ്ത്ത് വരും. അതിന് ശേഷം നമ്മൾ വീണ്ടും സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ അറ്റ് സം സി എന്ന പോയിൻ്റ് എത്തുകയാണെങ്കിൽ ആ പോയിൻറ്റിന് ശേഷം ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ നഷ്ടപ്പെടും. അതിന് ശേഷം ഈ സി എന്ന പോയിൻറ്റിന് ശേഷം നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഫോഴ്സ് കൊടുത്ത് സ്ട്രെസ്സ് റീജനറേറ്റ് ചെയ്ത് സ്ട്രെയിൻ ആക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ നഷ്ടപ്പെടുകയും പ്ലാസ്റ്റിക് ബിഹേവിയർ വരികയും ചെയ്യും. പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫോഴ്സ് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യുമ്പം ഇത് അതിൻ്റെ പഴയ രൂപത്തിലേക്ക് പോകില്ല എന്ന് മാത്രമല്ല, തിരിച്ചതിൻ്റെ ലെങ്ത്ത് ചുരുങ്ങൂല. അതാണ് ഈ സി പോയിൻ്റ് വരെയുള്ളത്. ഇപ്പോൾ ഇലാസ്റ്റിക് ബിഹേവിയർ എന്നാൽ നമ്മൾ ഫോഴ്സ് എടുത്തതിന് ശേഷം റിലീസ് ചെയ്യുമ്പോൾ ഈ പെന്നിൻ്റെ ലെങ്ത്ത് കുറയും. പക്ഷേ പ്ലാസ്റ്റിക് ബിഹേവിയർ എന്നാൽ ഈ ഇലാസ്റ്റിക് ബിഹേവിയർ മാറി അതിന് ലെങ്ത്ത് കുറയാത്ത ചുരുങ്ങാത്തൊരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ അതിന് ശേഷം നമ്മൾ സ്ട്രെസ്സ് കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് ഒരു പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള സ്ട്രെയിൻ വരിക. ഈ ഒരു കാണുന്ന കർവ് രീതിയിലാണ്, എസ് മോഡൽ കർവിലാണ് ഇതിൻ്റെ ഗ്രാഫ് വരിക. സ്ട്രെയിനും സ്ട്രെസ്സും തമ്മിലുള്ളൊരു പ്രൊപ്പോർഷണൽ വരിക.
ആഫ്റ്റർ ഡി എന്ന പോയിന്റിലേക്ക് എത്തുന്ന ആ ഒരു പോയിന്റ് വരെയും ഈ പെൻ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ലെങ്ത് കൂടുകയും നമ്മൾ സ്ട്രെസ്സ് വിട്ടാൽ പോലും ഇത് ചുരുങ്ങാതെ ആ ഒരു ലെങ്ത്തിൽ തന്നെ നിൽക്കും. അപ്പോൾ ഈ ഡി പോയിന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ സ്ട്രെസ്സ് കൊടുക്കുന്നതനുസരിച്ച് പിന്നെ സ്ട്രെയിൻ ആവില്ല, അതായത് ഇതിൻ്റെ നീളം കൂടില്ല, ഇത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്ക് എത്തും. അതാണ് ഡി എന്ന പോയിന്റ്. ഈ ഡി എന്ന പോയിന്റിന് ശേഷം നമ്മുടെ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് റിലീസ് ചെയ്തതിന് ശേഷം പിന്നെ ചെറിയൊരു ഇ എന്ന പോയിന്റിലുള്ള സ്ട്രെസ്സ് കൊടുത്താൽ പോലും ഈ ഒരു ഇലാസ്റ്റിക് ഒബ്ജക്റ്റ് എന്താവും, ഫ്രാക്ചർ ആവും, അതായത് പൊട്ടിപ്പോകും. അപ്പോൾ ഇതാണ് ഈ കർവിനോട് ഉദ്ദേശിക്കുന്നത്. ഈ കർവിൽ എ ബി സി ഡി ഇ 1 2 3 4 5 ഫേസുകളാണ്. ഒന്നാമത്തെ ഫേസ് പ്രൊപ്പോർഷണലായിട്ട് സ്ട്രെയിനും സ്ട്രെസ്സും പോകുന്നതാണ്. എങ്കിൽ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് പെർഫെക്റ്റായി തീരുന്ന ടൈമാണ്. സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലാസ്റ്റിക് ബിഹേവിയർ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന പോയിൻ്റാണ്. അതിന് ശേഷം ഡി വരെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം സ്ട്രെസ്സ് കൊടുക്കുന്നോ അതിന് ആനുപാതികമായിട്ട് തന്നെ അത് ലെങ്ത്ത് കൂടുക മാത്രമാണ് ചെയ്യുക, അത് ചുരുങ്ങില്ല. അവസാനം ഈ എന്ന പോയിന്റ് എത്തുമ്പം ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയും. അതായത് ആ പോയിന്റിൽ എത്തിയതിനു ശേഷം നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് പൊട്ടിപ്പോവും. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സി വരുന്ന രീതിയിൽ നമുക്ക് ഇലാസ്റ്റിക് ബിഹേവിയർ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് പെർമനൻറ്റ് സെറ്റ് എന്ന്. അപ്പോൾ ഓക്കെ, നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.